മൂവാറ്റുപുഴ ആവോലിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. വാഴക്കുളം സ്വദേശി അശ്വിൻ്റെ മൃതദേഹമാണ് കിട്ടിയത്. കാണാതായ ക്രിസിനു വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആവോലി വള്ളിക്കടവ് എന്ന സ്ഥലത്ത് മൂവാറ്റുപുഴ ഭാഗത്താണ്. ഇവിടെ ആ പുഴയിലെ ജലനിരപ്പ് ഒരു ഭാഗത്ത് കുറവാണ്. അതിലൂടെ മറുകരയിലേക്ക് നടക്കുക ചില വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ ഇത്തരം രീതികളിലേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ക്രിസും അശ്വിനും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം ഈ ജലനിരപ്പ് കുറഞ്ഞ പുഴയിലൂടെ നടന്ന് മറുകരയിലേക്ക് നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് അബദ്ധത്തിൽ ഒരാൾ തൊടുപുഴയാറ്റിലെ അതിലെ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് അബദ്ധത്തിലേക്ക് വീഴുന്നത്. ശ്രദ്ധിച്ച് പോകേണ്ട ഒരിടങ്ങൾ ഇതാണ്, അബദ്ധത്തിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഇത് നീന്തൽ അറിയാത്ത ആളായിരുന്നു. ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അറിയാവുന്ന രണ്ടുപേര് ഈ പുഴയിലേക്ക് ചാടുന്നു. ഇവർക്കൊപ്പം ഉണ്ടാകുന്ന രണ്ടുപേർ കൂടി ആ പുഴയിലേക്ക് ചാടുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ഒരാൾ കൂടി പുഴയിൽ മുങ്ങി താഴ്ന്നിരുന്നു. പക്ഷെ ഇതിൽ മറ്റുള്ളവരെ എല്ലാം തന്നെ കരക്ക് കയറ്റാൻ കഴിഞ്ഞെങ്കിലും ഈ രണ്ടുപേരാണ്, അശ്വിനും ക്രിസുമാണ് ഈ പുഴയിൽ കാണാതായത്. ഏതായാലും ഒരാളുടെ മൃതദേഹം ഇന്ന് രാവിലെ ലഭിച്ചു. ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. പലരും പുഴയുടെ തീരത്ത് ഈ അപകടം കണ്ട പലരും തന്നെ രക്ഷാപ്രവർത്തനത്തിന് പുഴയിലേക്ക് ചാടിയെങ്കിലും ഈ രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. രണ്ട് വിദ്യാർത്ഥികളും ഒഴുക്കിൽ അകപ്പെട്ട് കാണാതാവുകയായിരുന്നു. രാത്രി വൈകിയും തെരച്ചിൽ നടത്തിയിരുന്നു. അതിലിപ്പോൾ ഒരാളുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.